ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇനി ഒരു പ്രിപ്പറേഷൻ ഒരു സ്ട്രാറ്റജി ഞാൻ പറയട്ടെ. കംപ്ലീറ്റ്ലി നിങ്ങൾ സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി അല്ലേ? അപ്പോൾ ഒരു പരീക്ഷയിൽ നിങ്ങളൊരു പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? സിലബസ് വേണം. ഇതാണ് സിലബസ്, ഇതല്ല നിങ്ങളുടെ കയ്യിൽ സിലബസ് വേണം. ഓക്കെ, ആ സിലബസിന് കൃത്യമായി സ്കോറുകളും കൂടെ PSC കൊടുത്തിട്ടുണ്ട്. ഇന്ന ഭാഗത്ത് നിന്ന് ഇത്ര മാർക്കിനുള്ള ചോദ്യം വരും, ഇത്ര മാർക്കിനുള്ള ചോദ്യം വരും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് സ്പ്ലിറ്റിങ്ങും കൂടെ ഇന്ന് PSC കൊടുത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന് കൊടുത്തിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് നേടാൻ പറ്റും ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഏകദേശം ഒരു 80-82 മാർക്കിനടുത്തോളം എന്ത് വരും? ഒരു കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കുക. 80 മാർക്കിൽ കൂടുതൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കുക. കാരണം എന്താ, ഡിഗ്രിക്കാരും കൂടി അപ്ലൈ ചെയ്യുന്നൊരു പരീക്ഷയാണ് അല്ലേ? ഡിഗ്രിക്കാരും കൂടി അപ്ലൈ ചെയ്യുന്നൊരു പരീക്ഷ ആയതുകൊണ്ട് ഒരു പക്ഷേ അവിടെ കട്ട് ഓഫ് ഉയരാൻ വലിയ ചാൻസ് കൂടുതലാണ്. കാരണം കഴിഞ്ഞ LGS മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതിനിടയ്ക്ക് നടന്നിട്ടുള്ള 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾ, മെയിൻസ് പരീക്ഷകൾ, ലാബേഴ്സിൻ്റെ പരീക്ഷകൾ, ASM പരീക്ഷകൾ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെല്ലാവരും തന്നെ. ഇതെല്ലാം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് മാർക്ക് മേടിച്ച് വരുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. ഒപ്പം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന നിങ്ങളുടെ ഒരു റിവിഷൻ തന്നെയാണ്. മുമ്പ് പഠിച്ചവരെ സംബന്ധിച്ച റിവിഷനും പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പഠനവുമാണ്. ഞാൻ ഈ പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ വരാൻ പോകുന്നത്. പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും കൂടെ കേൾക്കുക. ഒരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞാൽ, പഠിക്കാത്തവരെന്ത് ചെയ്യുക? ഇന്ന് തന്നെ ഈ സിലബസ് എടുത്തൊരു പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് ആ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാതിരിക്കുന്നിടത്ത് ഒട്ടിച്ച് വെക്കുക. ക്ലിയർ ആണല്ലോ? ഇപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് വെച്ചാലും മതി. മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലോക്ക് സ്ക്രീനായിട്ടെങ്കിലും വെക്കുക. പല പരീക്ഷകളും ക്രാക്ക് ചെയ്യപ്പെടുന്ന ആളുകളുടെ ലോക്ക് സ്ക്രീൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫോണിൻ്റെ. കാരണം ഒരാൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവൻ്റെ ഫോണാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ? ഒരു ബുക്ക് നോക്കുന്നതിനേക്കാൾ, ഒരു പേന എന്തെങ്കിലും നോക്കുന്നതിനേക്കാൾ ഒരു ദിവസം 5-6 തവണ അവൻ്റെ ഫോൺ നോക്കും. ആ ഫോൺ നോക്കുന്ന സമയത്ത് അവൻ്റെ ലോക്ക് സ്ക്രീനിൽ ഈ പഠിക്കുന്ന കണ്ടന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അത് സ്വാഭാവികമായിട്ട് അവൻ്റെ കണ്ണിലൂടെ അതങ്ങ് കടന്നു പോകും. ഞാൻ പറയുന്നത് നിങ്ങൾ ലോക്ക് സ്ക്രീനിൽ ഈ ഒരു സിലബസ് നിങ്ങളെടുത്ത് വെക്കുക. അപ്പം ഈ സിലബസ് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സ്കോറ് നേടാൻ പറ്റുന്നത്, ആ കട്ട് ഓഫ് കടന്ന് മുന്നോട്ട് വരാനും സാധിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ആ കട്ട് ഓഫ് കടന്ന് മുന്നോട്ട് പോകണം. ഒരു 80 മാർക്ക് ആണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു 90 മാർക്ക് അല്ലെങ്കിൽ 100 മാർക്ക് എയിം ചെയ്ത് തന്നെ പഠിക്കണം. 100 എനിക്ക് നേടാൻ പറ്റും സാർ. ആ 100 മേടിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 10 റാങ്ക് അല്ലെങ്കിൽ 20 റാങ്ക് 30 റാങ്കിൽ ഒരാളാണ്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഏകദേശം ഒരു 1.5-2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. മനസ്സിലായില്ലേ? ആ ജോലിയാണ് നമുക്ക് വേണ്ടത്. അതായത് റാങ്ക് ലിസ്റ്റ് വന്ന് ഏറ്റവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജോലി വേണം. അങ്ങനെ ജോലി വേണമെങ്കിൽ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ എത്തണം. ആദ്യത്തെ റാങ്കിൽ എത്താനല്ല ഞാൻ പറഞ്ഞത്, ആദ്യത്തെ റാങ്കുകളിൽ എത്തണം. അത് 100 റാങ്കുകൾ അല്ല 50 റാങ്കുകൾ നിന്റെ പേരുണ്ടാവണം. കാരണം ഈ ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷ അത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ജോലി മേടിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ആക്ച്വലി ഈ പരീക്ഷ സ്കോർ നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ LGS സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമുക്കറിയാം, പൊതുവിജ്ഞാനം 40 മാർക്കിനുണ്ട്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനുണ്ട്, സയൻസ് 10 മാർക്കിനുണ്ട്, പൊതുജനാരോഗ്യം 10 മാർക്കിനുണ്ട്, കണക്ക് 20 മാർക്കിനുണ്ട്. ഇവിടെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവിജ്ഞാനത്തിൽ നിന്ന് 40, നിങ്ങൾ GK നല്ല നോളജ് ഉള്ള ഒരാളാണെങ്കിൽ ആ 40 മാർക്ക് എനിക്ക് വേണം സർ, എനിക്ക് വേണം. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കുണ്ട്. റാങ്ക് നിർണ്ണയിക്കുന്നത് എന്താണ്? ഈ ആനുകാലിക വിഷയങ്ങളാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പം ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾ നല്ല സ്കോർ നേടാൻ ശ്രദ്ധിക്കണം. 10 മാർക്കോളം സയൻസിന് വരുന്നുണ്ട്, 10 മാർക്കോളം
പൊതുജനാരോഗ്യത്തിന് വരുന്നുണ്ട്. 20 മാർക്കോളം കണക്കും മാനസിക ശേഷി നിരീക്ഷണ പാഠവത്തിന് വേണ്ടി വരുന്നുണ്ട്. ഇത് നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനത്തിന് നമുക്ക് 7 മൊഡ്യൂളുകളായിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അതുമായി ബന്ധപ്പെട്ട ചരിത്ര മുന്നേറ്റ കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ മാത്രം 5 മാർക്കുണ്ട്. അപ്പം അവിടെ നമ്മൾ ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഏത് SSCRT ചാപ്റ്റേഴ്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്ന്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, അതുപോലെ തന്നെ വിവിധ മേഖലയിലുണ്ടായിട്ടുള്ള പുരോഗതികൾ എല്ലാം കൂടെ ചേർത്ത് 5 മാർക്ക്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും അതുപോലെ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളും. മക്കളെ, ഇത് നമുക്ക് SSCRT കിട്ടും. ഇത് നമുക്ക് SSCRT സ്കോർ ചെയ്യാനുള്ള ഒരു 3 മാർക്ക് കിട്ടും. ഇവിടെ SSCRT സ്കോർ ചെയ്യാനുള്ള നല്ല മാർക്ക് കിട്ടും. ഇവിടെ SSCRT സ്കോർ ചെയ്യാനുള്ള നല്ല മാർക്കുകൾ കിട്ടും. കാരണം ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളെല്ലാം കണ്ടുവന്നിട്ടുള്ളത് SSCRT എന്നാണ്. അതുപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികൾ, എല്ലാം കാര്യങ്ങൾ അതും 5 മാർക്കും. അതും ഈ നിലവിൽ കണ്ടുവരുന്നത് SSCRT എന്നാണ്. ഇത് പഠിക്കേണ്ട SSCRT ചാപ്റ്ററുകൾ ഏതാണെന്നുള്ളൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതുമായിരിക്കാം. അതുപോലെ തന്നെ കേരളം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, ഡാമുകൾ, അതുപോലെ നമ്മുടെ ജൈവ വൈവിധ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു 10 മാർക്ക് അവിടെ നിന്ന് വരുന്നത് കേരളവുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, അത് ഏകദേശം 5 മാർക്കോളം വരുന്നുണ്ട്. അതുപോലെ ശാസ്ത്ര മേഖല, കലാ സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു 5 മാർക്ക്. എടാ മക്കളെ, ഇവിടെ നിങ്ങൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ചില SSCRT ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. ആ മസ്റ്റായിട്ട് പഠിച്ചു പോകേണ്ട ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കൃത്യമായി അടുത്ത ദിവസങ്ങളിൽ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ഈ ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചന്ദ്രയാൻ, ഗഗൻയാൻ പോലെ. അതിൽ ഗഗൻയാൻ ദൗത്യം പഠിക്കണം. ഗഗൻയാൻ ദൗത്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓപ്പറേഷൻ സിന്ദൂർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ള നോബൽ സമ്മാന പുരസ്കാരം, ഈ വർഷം പ്രഖ്യാപിക്കാൻ പോകുന്ന നോബൽ സമ്മാന പുരസ്കാരം നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. കാരണം ഈ നോബൽ പ്രഖ്യാപിച്ച ശേഷമായിരിക്കാം നിങ്ങൾക്ക് എന്ത് വരാൻ പോകുന്നത്, പരീക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രഖ്യാപിക്കാൻ പോകുന്ന നൊബേലും കഴിഞ്ഞ മുമ്പ് പ്രഖ്യാപിച്ച നൊബേലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു മാറിയിരിക്കണം. അതുപോലെ തന്നെ ചലച്ചിത്ര അവാർഡുകൾ, നാഷണൽ ഫിലിംസ് അവാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഇനി ജീവശാസ്ത്രം, മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവ്, അതുപോലെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതെല്ലാം കൂടെ ചേർത്ത് 5 മാർക്ക്. ക്ലിയർ ആണല്ലോ. അവിടെയും ചില SSCRT ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. SSCRT ബയോളജിയിൽ ചില ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതും സാറ് പറഞ്ഞു തരാം ഏതൊക്കെ ചാപ്റ്റർ നോക്കിയിട്ട് പോകണമെന്നും. ഇനി ഭൗതിക ശാസ്ത്രം, രസതന്ത്രം ചേർത്തിട്ട് 5 മാർക്കോളം വരുന്നുണ്ട്. ആറ്റോമാറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അതിൻ്റെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്ര നിത്യജീവിതത്തിലും ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും. ഇത് ഓരോ SSCRT ഓരോ ചാപ്റ്റേഴ്സാണ്. 7, 8, 9, 10 ക്ലാസ്സുകളിലെ കെമിസ്ട്രി, ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അത് ഏതൊക്കെ ചാപ്റ്റർ, ഏതൊക്കെ ക്ലാസ്സിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കണം എന്നുള്ള രീതിയിലൊരു വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഉറപ്പാണ് ചെയ്തു തരും. ഇനി നോക്കിയടാ, പൊതുജനാരോഗ്യം, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് 10 മാർക്കോളം വരുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പൊതുജനാരോഗ്യം കൃത്യമായി നിങ്ങൾ ആ 10 മാർക്ക് നിങ്ങളെ തന്നെ ഇരിക്കണം. ഇനി നിങ്ങൾ റാങ്കിലേക്ക് ആനുകാലികങ്ങളും കണക്കുമായിരിക്കും നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുന്നത്. 20 മാർക്കുണ്ട്. അതിൽ ലഘുഗണിത സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ, ലസാ, ഗുസാക, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗ്ഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരം, കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഈ 8 ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയടാ, മാനസിക ശേഷി വികസനവും നിരീക്ഷണ പാഠത്തിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രക്രിയകൾ, ശ്രേണികൾ,
സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിലുള്ള പദക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇവിടെ 8 ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 16 ടോപ്പിക്കിൽ നിന്ന് 20 മാർക്കോളം വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. സോ അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ നേടാൻ സാധിക്കും. എടാ മക്കളെ, ഇതിനെല്ലാം വേണ്ടിയിട്ട് ബുക്കോ LD, VFA, അതുപോലെ കമ്പനി ബോർഡ് LGS, ഇതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എക്സ്ക്ലൂസീവ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ആ ഡെയിലി സ്റ്റഡി പ്ലാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ പ്രോപ്പറായിട്ടൊരു മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. ആ മെൻറ്റർഷിപ്പിലൂടെ നിങ്ങളെ നല്ല സ്കോറുകൾ നേടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യപ്പെടും, ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർസ് തരും. 20 മാർക്ക്, ഞാൻ പറഞ്ഞു 20 മാർക്ക് കറണ്ട് അഫെയർ. ആ 20ൽ 20 മേടിക്കുന്നവൻ ജോലിക്കാരൻ ഉറപ്പാണ്. 20 മാർക്ക് കറണ്ട് അഫെയർ, 20ൽ 20 മേടിക്കുന്നവൻ എന്താണ്, ജോലിക്കാരൻ. മാത്സ് 20 മാർക്ക് 20 മേടിക്കുന്നവൻ ജോലിക്കാരൻ, അതും ഉറപ്പുള്ള കാര്യമാണ്. കാരണം സുഖമായിട്ട് 40 മാർക്ക് കിട്ടി. പിന്നെ അത്യാവശ്യം ബാക്കിയുള്ളിടത്തുനിന്ന് ഒരു 40 മാർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 80 മാർക്ക് പ്ലസ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനുള്ള കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ജോലിയിലേക്ക് എത്താൻ പറ്റും. ഒരു സംശയവുമില്ല ആ ഒരു കാര്യത്തിൽ. നിങ്ങൾക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയമുണ്ട്, പക്ഷേ എനിക്ക് ആ സംശയമില്ല. നിങ്ങൾ കൃത്യമായി ജോലിയിൽ എത്തിയിരിക്കും. പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും, ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള PYQ സെഷൻസ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തരും. അതെല്ലാം നമ്മൾ ഡിസ്കസ്. കഴിഞ്ഞ LD, കഴിഞ്ഞ LGS, ASMൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, കഴിഞ്ഞ 2 വർഷം നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതിനു മുമ്പ് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പാറ്റേൺ മാറിയ കാലം തൊട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു 60% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ സാധിച്ചു. മാറ്റം വരുന്ന ആനുകാലികങ്ങൾക്ക് മാത്രമാണ് മാറ്റം വരുന്നത്. ആ ആനുകാലികങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളൊരു ജോലിയുടെ ആ ഫ്ലോയിലേക്ക് നിങ്ങൾ എത്തപ്പെടും. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, കറണ്ട് അഫെയർ സെഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഫുള്ളി പാക്ക്ഡ് ആണ് നമ്മുടെ സെഷൻസ് എല്ലാം തന്നെ. ആ ഫുള്ളി പാക്ക്ഡ് സെഷൻസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, നിങ്ങൾക്കൊരു കമ്പനി ബോർഡ് LGS ആയിട്ടോ, അല്ലെങ്കിൽ ബെക്കോ LD ആയിട്ടോ, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മടിച്ചു നിൽക്കാതെ നിങ്ങൾ നേരെ കയറി പോരും മക്കളെ. അടിച്ച് കയറി വന്നു കഴിഞ്ഞ് ജോലി മേടിച്ചിട്ട് പോടാ മക്കളെ. AZB ഗ്യാരണ്ടി. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ബൈ ബൈ പറയാം. അടുത്ത ദിവസം അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.